അല്ല, വെൽക്കം ടു ക്രഞ്ച് ദ നമ്പേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനായിട്ട് ഇന്ന് മാർക്കറ്റിൽ ധാരാളം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. യു പി ഐ, പേടിഎം, റെസോർ പേ, സ്ട്രൈപ്പ് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇതുകൊണ്ടുള്ള ഒരു യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനായിട്ട് പറ്റും. ചില പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ഡയറക്റ്റായിട്ട് നമുക്ക് അപ്പം തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. പക്ഷേ ചില ഗേറ്റ്വേസ് എന്ത് ചെയ്യും, ഈ പേയ്മെൻറ്റ് അവർ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ഡേ എൻഡിലായിരിക്കും അവരുടെ ചാർജ് കട്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേയിലായിരിക്കും ഒരു സെറ്റിൽമെൻറ്റ് പോലെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് വരുന്നത്. ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മൾ സഹോ ബുക്സിൽ ഡീൽ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഈ റെസോർ പേ, പേടിഎം പോലുള്ള ആപ്സ് ഒക്കെ ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് ഡിഫറൻ്റ് ആയിട്ട് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊരു ഇൻവോയ്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 100 ആണ്. അപ്പം നമ്മൾ ആ ഒരു എമൗണ്ട് ഈ പേടിഎം വഴിയാണ് റിസീവ് ചെയ്തത്. അപ്പം നമ്മളിവിടെ 100 എമൗണ്ട് റെക്കോർഡ് ചെയ്തു ഇൻവോയ്സിന് അഗൈൻസ്റ്റ്. പക്ഷെ നമുക്ക് നാളെ ബാങ്കിലേക്ക് വരുന്നുണ്ടാവും ചിലപ്പം അതൊരു 98 റുപ്പീസ് ഒക്കെ ആയിരിക്കും. അവരുടെ ആ 2 റുപ്പീസ് എന്ന് പറയുന്നത് അവരുടെ ചാർജ് ആയിരിക്കും കട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പം നമ്മൾ ഇവിടെ ഇൻവോയ്സിന് അഗൈൻസ്റ്റ് 100 റുപ്പീസ് റെക്കോർഡ് ചെയ്തിട്ട് ബാങ്കിൽ ഒരു 98 വരുന്ന സമയത്ത് ഒരു 2 റുപ്പീസിന് ഡിഫറൻസ് അവിടെ ഉണ്ടാവും. ഇതെങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പേയ്മെൻറ്റ് ക്ലിയറിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ നമുക്ക് അക്കൗണ്ട് ടൈപ്പ് ഒരു പേയ്മെൻറ്റ് ക്ലിയറിംഗ് ഉണ്ട്. അതിൻ്റെ അണ്ടറിൽ ഇപ്പം ഞാനൊരു പേടിഎം ആണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഞാനിവിടെ പേടിഎം ക്ലിയറിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിയറിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ നമ്മളിപ്പോൾ ഒരു ഇൻവോയ്സ് ഒരു കസ്റ്റമറിന് കൊടുത്തു. അപ്പോൾ ആ ഇൻവോയ്സ് ആ കസ്റ്റമർ ഈ പേടിഎം വഴിയാണ് നമുക്ക് ഈ പേയ്മെൻറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. ഒരു 60,000 ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് റെക്കോർഡ് പേയ്മെൻറ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് മോഡ് കൊടുക്കുക. ഡെപ്പോസിറ്റ് എന്ന് പറയുന്നിടത്ത് ഈ പേടിഎമ്മിൻ്റെ ക്ലിയറിംഗ് അക്കൗണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. പേടിഎം ക്ലിയറിംഗ് അക്കൗണ്ട് ചൂസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ റെക്കോർഡ് പേയ്മെൻറ്റ് കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഡേ ബാങ്കിൽ ഇപ്പം നമ്മൾ റിസീവ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 60,000 ആണ്. പക്ഷെ നമുക്ക് ബാങ്കിൽ വന്നിട്ടുള്ളത്, ബാങ്കിൽ നമ്മൾ HDFC ബാങ്കിൽ ആ ഒരു ട്രാൻസാക്ഷനിൽ നമ്മൾ ട്രാൻസ്ഫർ ഫ്രം അനദർ അക്കൗണ്ട് എന്ന് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ആ ഒരു നമ്മൾ എമൗണ്ട് നമുക്ക് വരുന്ന സമയത്ത് പേടിഎമ്മിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ട്രാൻസ്ഫർ ഫ്രം അനദർ അക്കൗണ്ട് എന്ന് കൊടുത്തിട്ട് ഇവിടെ പേടിഎമ്മിൻ്റെ ക്ലിയറിംഗ് അക്കൗണ്ടാണ് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ എത്ര എമൗണ്ട് ആണോ നമുക്ക് ബാങ്കിലേക്ക് വന്നത് ആ എമൗണ്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു 58,000 ആണ് വന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. ഒരു 2,000 റുപ്പീസ് അവർ ചാർജ് ആയിട്ട് കട്ട് ചെയ്തു. ഇപ്പം നമ്മൾ ഇതുപോലെ ആ ഒരു പേടിഎമ്മിൻ്റെ ക്ലിയറിംഗ് അക്കൗണ്ടിൻ്റെ ലെഡ്ജർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പേടിഎം ക്ലിയറിംഗ് അക്കൗണ്ടിൻ്റെ ലെഡ്ജറിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഒരു 2,000 റുപ്പീസിൻ്റെ ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് പേടിഎം ക്ലിയറിംഗ് അക്കൗണ്ടിൽ 2,000 റുപ്പീസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, 60,000 കസ്റ്റമർ പേ ചെയ്തു, പക്ഷെ ബാങ്കിലേക്ക് വന്നത് 58,000 ആണ്. അപ്പം ഈ പേടിഎം നമുക്ക് എന്ത് ഉണ്ടാവും, ബില്ല് തരുന്നുണ്ടാവും. ആ ബില്ല് നമ്മൾ ഇതുപോലെ റെക്കോർഡ് ചെയ്യണം. ഇവിടെ നമുക്ക് പർച്ചേസിൽ വരിക, എന്നിട്ട് നമ്മൾ ബിൽസിൽ വരിക. ആദ്യം നമ്മൾ പേടിഎമ്മിനെ ഒരു വെൻഡറായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ബിൽസിൽ വന്നിട്ട് ന്യൂ കൊടുക്കുക. ഇവിടെ നമുക്ക് വെൻഡറിൽ പേടിഎമ്മിനെ വെൻഡറായിട്ട് ക്രിയേറ്റ് ചെയ്യണം. മിക്ക സിറ്റുവേഷൻസിലും ഇതുപോലെയുള്ള കമ്പനീസ് നമുക്ക് ബില്ല് തരുന്നുണ്ടാവും. അപ്പം നമ്മൾ അതൊരു ബിൽ ത്രൂ തന്നെ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. അപ്പം ബില്ലായിട്ട് തന്നെ നമ്മൾ ബുക്ക് ചെയ്യുന്നു. ഇവിടെ സേവ് കൊടുക്കും. നമ്മൾ വെൻഡറിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി ആ ബിൽ നമ്പർ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ബിൽ ഡേറ്റും കൂടെ കൊടുക്കുന്നു. ഇനി ഇവിടെ നമ്മൾ ഐറ്റം ഡീറ്റെയിൽസിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി. പേടിഎം ചാർജസ്ന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കൊടുക്കുക. ദെൻ ഇവിടെ അക്കൗണ്ടിൽ നമ്മൾ ബാങ്ക് ചാർജസ് എന്നുള്ള ലെഡ്ജർ ചൂസ് ചെയ്താൽ മതി. ആ ഒരു എമൗണ്ട് എത്രയാണോ അവർ ഇതിൽ കാണിച്ചേക്കുന്ന എമൗണ്ട് അത് കൊടുക്കുന്നു. നമ്മൾ സേവ് ആസ് ഓപ്പൺ എന്നുള്ളത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ബില്ലിൻ്റെ റെക്കോർഡ് പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് ഈ പേടിഎം ക്ലിയറിംഗ് അക്കൗണ്ടിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു പേടിഎം ക്ലിയറിംഗ് അക്കൗണ്ട് അവിടെ 0 ആയി പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ ആ ലെഡ്ജർ ഒന്നെടുത്ത് നോക്കാം. പേടിഎമ്മിൻ്റെ ക്ലിയറിംഗ് അക്കൗണ്ട് ഇപ്പോൾ ക്ലോസിംഗ് ബാലൻസ് കണ്ടില്ലേ, 0 ആയിട്ടുണ്ട്. അതായത് ഒരു കസ്റ്റമർ 60,000 തന്നു, അതിൽ 58,000 നമുക്ക് ബാങ്കിലേക്ക് വന്നു, 2,000 പേടിഎമ്മിൻ്റെ ചാർജ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവർ ബില്ല് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് അത് ബുക്ക് ചെയ്താലും മതി. എക്സ്പെൻസ് ആയിട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത്
നമ്മൾ എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ആദ്യം എക്സ്പെൻസ് അക്കൗണ്ടിൽ ബാങ്ക് ചാർജ് എന്ന് കൊടുക്കുക. ഈ പേഡ് ത്രൂ എന്ന് പറയുന്നിടത്ത് പേടിഎം അക്കൗണ്ട് സെലക്ട് ചെയ്ത് നമ്മൾ സേവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇതിന് 3 പ്രോസസ്സാണുള്ളത്. ആദ്യം ആ ഒരു ഇൻവോയ്സിന്റെ പേയ്മെന്റ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ ക്ലിയറിംഗ് അക്കൗണ്ടിലേക്കാണ് വിടുന്നത്. അതിനുശേഷം ബാങ്കിൽ നമ്മുടെ ആ ഒരു കസ്റ്റമർ പേയ്മെന്റ് ഗേറ്റ് വേ ഈ ഒരു പേയ്മെന്റ് തരുന്ന സമയത്ത് അത് ട്രാൻസ്ഫർ ഫ്രം അതർ അക്കൗണ്ടിൽ കാണിച്ചിട്ട് ആ ക്ലിയറിംഗ് അക്കൗണ്ടിലേക്ക് വന്നതുപോലെ കാണിക്കുക. ദെൻ നമ്മുടെ ഈ ഒരു തേർഡ് പാർട്ടി നമുക്ക് ആ ഒരു ചാർജിന്റെ ബില്ല് തരുന്ന സമയത്ത് അത് ബില്ല് നമ്മൾ ബുക്ക് ചെയ്തിട്ട് അതിന്റെ പേയ്മെന്റ് റെക്കോർഡിംഗ് നമ്മൾ ഈ ഒരു ക്ലിയറിംഗ് അക്കൗണ്ടിലേക്ക് തന്നെ കാണിക്കുക. ഇത്രയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ക്ലിയറിംഗ് അക്കൗണ്ട് 0 ആയിട്ട് മാറുന്നത്. ഇതേ സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ റിസർവ് പേ ആണെങ്കിലും അതുപോലെ തന്നെ സ്ട്രൈപ്പ് ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ UPI ആണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം UPIയിൽ അവർ ചാർജ് ഒന്നും പിടിക്കുന്നില്ല. നേരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഓരോ കസ്റ്റമേഴ്സിന്റെ പേയ്മെന്റ് അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാവും.